ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടെങ്ങൻ ഗെയിമർ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വീണ്ടും നെറൂട്ടോ അൾട്ടിമേറ്റ് നിഞ്ച സ്റ്റോമിൻ്റെ ഒരു എപ്പിസോഡായിട്ടാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും വീഡിയോക്ക് പോവാം. ചടപ്പിക്കണേ ഗൈസ്. എന്തായാലും ഫസ്റ്റത്തെ പാർട്ട് ഇട്ടാണ്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. നമുക്ക് എന്തായാലും ആദ്യം തന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ബാഗ് കാട്ടുണ്ട്, എടുക്കാം. ഓക്കെ, അവിടെയാണ് എടുത്ത് തന്നെയാണ് ഗൈസ്. നമ്മളിവിടെ എത്തിയിട്ട് അപ്പോൾ തരുന്ന ഇൻഗ്രീഡിയൻറ്റ് ബാഗ് ഇതെടുത്താണ് നമുക്ക് ആവശ്യമുള്ളിടത്ത് ഓടി പോവാം. ഓക്കെ, നേരെ ഓടിക്കോ. ഓക്കെ, ഇയാളുടെ അടുത്ത് എന്താ വാങ്ങാൻ പറ്റണമൊന്നുമില്ല. ഓക്കെ, വാൽനട്ട് വാങ്ങാൻ പറ്റുമെങ്കിൽ അത് ഒന്ന് ഡെലിവറി ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ഈ ചെറുക്കൻ്റെ തീറ്റാണ്, കണ്ടിട്ട് പോവാം. എവിടെയാണ് തിന്നുന്നത്? തിന്നിയില്ല, കാട്ടിയില്ല. അതാ തിന്നുണ്ട് ഗൈസ്. ഓക്കെ, ദിസ് ഈസ് വേ ടു ടഫ്. ഓക്കെ, അവിടെ വേഗം തിന്നയ്യടാ. തിന്നഞ്ഞിട്ടുണ്ട്. എത്ര സ്റ്റാമിന കൂടിയെന്നാണ് നമുക്ക് നോക്കാനുള്ളത് ഗൈസ്. എൻ്റെ അമ്മ തുള്ളി കൂടി. ഞാൻ വിചാരിച്ചു കുറേ കൂടുന്നതാണ്, പക്ഷെ അത്ര ഒന്നുമില്ല. അവിടെ മിസ്സായി നമ്മൾ എടുത്തില്ല ഗൈസ്. ഉള്ള വാങ്ങിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് വല്ല മിഷ്യൻ കളിക്കാം. അതിന് 2 റൗണ്ടൊക്കെ കറങ്ങാം. ഓക്കെ, എന്തായാലും മിഷൻ എടുക്കുക. ഫ്ലാഷ് ബാക്ക് മിഷൻ നമ്മൾ ഇന്നലെ ഒരു പൂച്ചേൻ്റെ കംപ്ലീറ്റ് ആക്കി. ഇനി എന്താ, ഇംപ്രൂവ് യുവർ ആഗിലിറ്റി. ഓക്കെ, ഇത് ബ്ലൂ ഫ്ലവറൊക്കെ കിട്ടുന്നുണ്ട്, നോക്കട്ടെ. സമ്മറിയൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഒന്നും വേണ്ട ഗൈസ്, നമുക്ക് പെട്ടെന്ന് തന്നെ മിഷൻ. എൻ്റെ മോനത് മറ്റേതാണ് ഗൈസ്, ഇങ്ങനെ മരം ചാടി പോണ സംഭവം. അത് സിമ്പിളല്ലേ, കാണുക തോന്നുന്നത്. ഓക്കെ, എന്തൊക്കെ പറയണ്ട, നമുക്കൊന്നും അറിയണ്ട. കാരണം ഞാൻ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു. കാരണം എന്താണ്, ഞാനൊരു പ്രോ പ്ലെയറാണ് ഗൈസ്. ഓക്കെ, നമുക്ക് കുറച്ചൊരു സ്പീഡിൽ അറിയാറ്റും. അത് എടുത്താൽ നമുക്ക് മാക്സിമം എടുത്താണ് തന്നെ പോവാം. ഇതെല്ലാം സിമ്പിളാണല്ലോ ഗൈസ്, ഇങ്ങനെ ചാടിപ്പോയാൽ പോരപ്പത്തെ പണി. ഓക്കെ, നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഈ 6000 മീറ്റർ 67 സെക്കൻഡിനുള്ളിൽ പോകണമെന്നാണ് ഇവർ പറയുന്നത്. അത് സിമ്പിളാണെന്നാണ് എൻ്റെ ഒരു നിഗമനം ഗൈസ്. വീണ്ടും ഈ റിക്കവർ എന്താ സംഭവം എനിക്ക് ഇപ്പോൾ മനസ്സിലാവണില്ല. വീണില്ല. പിന്നെ ആരാ മോൻ? വീണ്ടും വീണുണ്ട് ഗൈസ്. അയ്യാ, എന്താന്നാ ഇത്ര സിമ്പിൾ മല ഞാൻ പൊട്ടണേ. അങ്ങനെ എറിഞ്ഞൂടെ അങ്ങോട്ട്. ബോംബ്. ഓക്കെ, ബോംബ് നമുക്കൊരു വിഷയമല്ല, ഒത്തിരിയല്ല ഗൈസ്, നമ്മൾ എറിഞ്ഞുകൊണ്ട് നിൽക്കും. ഓക്കെ, ഇനി വേറെ 2000 കൂടിയുള്ള 30 സെക്കൻഡും ഉണ്ട്. അല്ലോ, 2 കിലോമീറ്റർ ഇനി പോകണ്ട്. ഓടറാ, ഓട്. അല്ല, ഓടല്ല, പെട്ടെന്ന് ഒത്തോടും. നമ്മളെന്തോ ആഗിലിറ്റി കൂട്ടാന്നാണ് പറഞ്ഞത്. മിക്കവാറും ട്രെയിനിങ്ങിൻ്റെ ഭാഗം തന്നെ ആവും. നമ്മൾ ജയിച്ചു ഗൈസ്, ഇത്രേ ഉള്ളൂ. ഇതിനാണ് ഈ മുക്കി തൂറിയതിൻ്റെ പൊന്നോ. നമ്മളപ്പോൾ ആൾക്കാരും നമ്മളെ ബാക്കിയുള്ള ടീംമേറ്റ്സും ഉണ്ട് ഗൈസ്. ഓക്കെ, അങ്ങനെ ആദ്യത്തെ മിഷൻ നമ്മളിന്ന് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. കമോൺ. ഓക്കെ, ഈ പോട്ടന് എല്ലാത്തിനും ഒരു ആവേശം കൂടുതലാണ്. കംപ്ലീറ്റ് ചെയ്തെന്നുള്ളൂ, പക്ഷേ 60 സെക്കൻഡിൻ്റെ ഉള്ളിൽ എത്താൻ പറ്റിയില്ല എന്നുള്ള ഇത് പോയി. കുഴപ്പമില്ല, എന്തായാലും എന്തൊക്കെ സീക്രട്ട് സ്ക്രോളൊക്കെ വന്നാണ് പറയുന്നത്. ഇനി എടുക്കാൻ പോകണ എന്തായാലും ഞാൻ പോയി കുറച്ച് എടുത്ത് വന്നിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അത് കാട്ടാത്ത വെറുതെ നിങ്ങൾക്ക് ചടക്കേണ്ട വെച്ചിട്ടാണ് അടുത്ത വിഷയം എടുക്കുക. ചക്ര കൺട്രോളിങ് ആണ്. ഓക്കെ, ബാറ്റിലല്ല എന്ന് പറയുന്നുണ്ട്. ബാറ്റിലല്ല എന്ന് പോലും പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. വീണ്ടും സമ്മർ വരും, നമ്മൾ അടിച്ചു വിടാൻ പോവാണ്. മതി, വായിക്കൊന്ന് വണ്ടിക്ക് വയ്യ ഗൈസ്. അത് മരം കയറണം, മറ്റേ ചക്ര കൺട്രോളിങ്. ഇതെല്ലാം ഓർമ്മയുണ്ട്. ഞാൻ നെറൂട്ടോ കണ്ടെന്ന് വെച്ചാൽ കുറച്ച് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ഗൈസ്. ഓക്കെ, വേഗം. ആർക്കറിയാം, നമുക്കിതിങ്ങനെ കയറി കൊടുത്താൽ ഇങ്ങനെ തിരിച്ചെടുത്താൽ പോലെ മറ്റേ ടെമ്പിൾ റണ്ണൊക്കെ മാതിരി ആണ് തോന്നുന്നു. അല്ലടാ, ജോയിസ്റ്റിക്കാ. സുഖം ഉണ്ടാവില്ല. ഞാൻ വിചാരിച്ച സാധാമാതിരി ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി.
എന്നാലത് സിമ്പിളാ. തട്ടാതെ അങ്ങനെ ചാടിപ്പോയത് സിമ്പിളായിട്ടത് സിമ്പിളാണേ. 1 മിനിറ്റൊക്കെ ടൈം വേറെ 800 രൂപ പോകാൻ. എത്ര വലിയ പണി എന്താ. ഇതിങ്ങനെ കയറിയാൽ സുഖമായി പോകും. കണ്ടാ ഓന തലടിച്ച്. ഓക്കെ ഓക്കെ ഓട് 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 ഓട്. ഓനോ എടാ ഇത് സിമ്പിളാണെന്ന് പറഞ്ഞാണ്. സിമ്പിളായ പിന്നെ തോൽക്കൂല, തോൽക്കാൻ പാടില്ല. അതാണ് എൻ്റെ നിയമം, എൻ്റെ നിയമം. ഇടയ്ക്ക് നാവ് ചതിക്കും ഗൈസ്, എന്താ അറിയില്ല. ഓക്കെ 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 ഓക്കെ. എന്താ മരൊക്കെ ഉണ്ടല്ലോ. ഓ ഇവിടുത്തെ എബിലിറ്റി വർക്കാവൂലേ, അങ്ങനെ ആവും. നമ്മൾ മേലെ എത്തിയിട്ടുണ്ട് ഗൈസ്. വാട്ട് എ പവർഫുൾ ബോയ്. അങ്ങനെ അടുത്ത മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ നെക്സ്റ്റ് 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 നെക്സ്റ്റ്. ഇവൻ്റെ തുള്ളിച്ചാട്ടം നിർത്തുമെന്നാവും എപ്പോഴെങ്കിലൊക്കെ. ഓക്കെ എന്തായാലും ഇൻഗ്രീഡിയൻ്റ് ബാഗ് വീണ്ടും അപ്പയർ ആയിട്ടുണ്ട് എന്നാണ് പറയണേ. അടുത്താണ് ഗൈസ്. അത് ഞാൻ അടുത്തിട്ട് വരട്ടെ ഗൈസ്. ഇതിപ്പോൾ ഞാൻ ആദ്യം അറിഞ്ഞാണ് എടുക്കാൻ പോകില്ലേ. ഇത്ര എടുത്തിട്ട് ഒന്നും തന്നില്ലോല്. എന്തായാലും അടുത്ത മിഷൻ നോക്കാം. കക്കാശി അട്ടാക്കേസ് ഫൈനൽ എക്സാം. ഓ ഫൈനൽ എക്സാം ആവാൻ ആ മിഷൻ്റെ പോയിൻ്റ് കൂട്ടണം ഗൈസ്. നമുക്ക് ഏതെങ്കിലും സി റാങ്ക് ബി റാങ്ക് അങ്ങനെ ഏതെങ്കിലും മിഷൻ കളിച്ചാൽ ഏതുമില്ലേ. ആ എസ് റാങ്ക് ഉണ്ട്. എസ് റാങ്ക് ടഫാ സിമ്പിളാ വരിക അറിയില്ല ഗൈസ്. ഞാൻ ഏതായാലും ഒരു മിഷൻ ഒപ്പിച്ചിട്ട് വരട്ടോ. പെണ്ണും പിള്ളേ എനിക്കൊരു മിഷൻ തരുമോ? ഓ ചോദിച്ചിട്ടുണ്ട്, തരുമോന്ന് ആർക്കറിയാം. ഓ തന്ന ഒരു ന്യൂ ഡി റാങ്ക് മിഷൻ അവൈലബിൾ നാട്ടിട്ടുണ്ട്. നോക്കാം. ഡി അല്ല ഡി. ഓക്കെ ഓക്കെ അതാ വാക്ക് എറ്റണ റോഡ്. എന്താ നെക്സ്റ്റ് അസെപ്റ്റ്. ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. വാടാ വൈബ്. അങ്ങനെയാണെങ്കിൽ സുഖാട്ടോ. അങ്ങനെ കുറേ ഉണ്ട് കിട്ടിയാലേ വൈബാവില്ലേ. ഒറ്റയടിക്ക് കുറേ പോയിന്റ് കിട്ടും. ഇപ്പോൾ തന്നെ 5 പോയിൻ്റായി. ഓക്കെ സി റാങ്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അതിൻ്റെ ഡി റാങ്കിൽ 2 കൂടി ഉണ്ട്. അതും കൂടി കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ നോക്കാം. അത് നെക്സ്റ്റ് അടിച്ച് നോക്കാം. അയ്യ ഇതും കംപ്ലീറ്റ് ആയിക്കണം ഗൈസ്. അതിന് അടുത്ത മിഷൻ കംപ്ലീറ്റ്. ഓടാ സിമ്പിളായിട്ട് 5 പോയിൻ്റ്. 5 തന്നെ 5 പോയിൻ്റ്. ഞാൻ അടുത്തൊരു സി റാങ്ക് മിഷൻ ഓപ്പൺ ആയിട്ട് ഡി. ഇതിങ്ങനെ മിക്കവാറും നക്കി കൊടുത്താൽ മതി. ഇനി അത് ഓപ്പൺ ആയി ഗൈസ്. അപ്പോൾ വീണ്ടും അടുത്ത 5 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 15 പോയിൻ്റ് ഇങ്ങനെ ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്, ഒന്നും ചെയ്യാതെ. ബ്രേക്ക് ദ ടാർഗറ്റ് എന്നാണ് പേര്, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല എപ്പോഴും. ഓക്കെ സി റാങ്ക് മിഷൻ ഓപ്പൺ ആയിട്ട് അത് നോക്കാം. സി ഡിയിൽ വേറെ ഒന്നുമില്ല. എന്തായാലും സി. ഓ അത് 10 പോയിൻ്റ് ഉണ്ട്. അതും ഫുള്ളായി ഗൈസ്. 10 പോയിൻ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഓനെ മോനെ വൈബ്. അങ്ങനെയാണെങ്കിൽ സുഖമല്ലേ. റാങ്ക് മിഷൻ വരെ അതേമാതിരി കിട്ടുകയാണെങ്കിൽ അത് വൈബാവും. സി റാങ്കിലെ ഫുട് പ്രിൻറ്റ് എർത്ത് 2 എന്നാണ്. അതും ഫുള്ളായിട്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു 10 പോയിൻ്റ് കിട്ടിയിരിക്കുകയാണ്. 35 പോയിൻ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. ഒരു 10 പോയിൻ്റ് കൂടിയിട്ട് 35 ആവും ഗൈസ്. അല്ല 45 ആവും ഗൈസ്. ഓക്കെ അതിന് 9 കൂടി. ഓ 9 പൊട്ടിക്കുമ്പോൾ കിട്ടുമെന്നാണ് തോന്നുന്നു. എന്തായാലും 2 ബി റാങ്ക് മിഷൻ ഇതായിരിക്കണം. നമുക്ക് അത് എടുക്കാൻ നോക്കാം. ഓക്കെ ബി റാങ്ക്. ആ ഓക്കെ ഇത് ഓപ്പണായോ? ഇല്ല അത് ഓപ്പൺ ആയില്ല ഗൈസ്. ഷേ ഇതാ. ഓ ഗൈസ് അടുത്ത 15 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആർക്കറിയാം എത്ര ആയിട്ടുണ്ട് ഗൈസ്. നമ്മളെ ഒരു റാങ്ക് മിഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അതെന്തായി നോക്കാം. ഏയെങ്കിലും ഏയും കൂടി കംപ്ലീറ്റ് ആയി ഫുള്ള് വൈബാവും. ഇല്ല ഗൈസ് കംപ്ലീറ്റ് ആയില്ല. ഓക്കെ ഗൈസ് നമ്മൾ ഫുൾ വൈബ് അടിച്ചുകൊണ്ട് കുറേ പോയിൻ്റ് വാരി കൂട്ടിയിട്ടുണ്ട്. ഞാൻ കുറേ മിഷനൊക്കെ ഒന്ന് അൺലോക്ക് ചെയ്തിട്ട് വരാം. നമ്മളെന്തായാലും ഇയാളെടുത്ത് കാട്ട് വന്ന മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇയാളൊരു ഡി റാങ്ക് മിഷൻ തന്നിട്ട് സാക്രോൺ ട്രെയിനിങ് പറഞ്ഞാണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്. ഓക്കെ, അവിടെ സാക്രോണ്ട്, അങ്ങോട്ട് പോകാനാണ് നമ്മൾ പറയുന്നത്. നമ്മൾ മിഷൻ ബാക്ക് അടിച്ചാണ്, കാരണം നമുക്ക് ഫ്ലാഷ് ബാക്ക് മിഷനാണ് മെയിൻ. അതിൽ പോയിൻ്റ് ഉണ്ടല്ലോ ഇപ്പോൾ പങ്കെടുക്കാൻ, പിന്നെന്തിനാ. ഓക്കെ, എന്തായാലും കക്കാശി അട്ടാക്കേഴ്സ് ഫൈനൽ എക്സാം അത് നമ്മളിത് ചെയ്യാൻ പോവാണ്. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യുന്നു. എന്താ ഗൈസ്, സമ്മറിയൊക്കെ വരുന്നുണ്ട്. എനിക്ക് മടിയാണ് ഗൈസ് ഇത് വായിച്ചിരിക്കാൻ. കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ ഞാൻ കുറച്ചൊക്കെ വായിച്ചിരുന്നു, ഇപ്രാവശ്യം ഞാൻ തീരെ വായിക്കണില്ല എന്ന് വിചാരിച്ച് ഗൈസ് മടുത്ത്. ഓക്കെ, വിൻ ദ ബാറ്റിൽ ഈസ് നോട്ട് പോസിബിൾ, സമ്മർ സപ്പോർട്ട് ക്യാരക്ടർ അറ്റ്ലീസ്റ്റ് 4 times. ഓക്കെ, 4 തവണ വിളിക്കണം. നമ്മളെന്തായാലും സാസുവിനെ ഫസ്റ്റ് ടൈം തന്നെ വിളിച്ചിട്ടുണ്ട്. സാസുക്ക് കൊടുത്തു. വാടാ, കിട്ടി ഗൈസ്. ഇത് ഞാൻ എപ്പോഴാണ് പഠിച്ചിട്ട് ഈ അറ്റാക്ക്. ഞാൻ വെറുതെ അതിലിങ്ങനെ ഫ്രീ ബാറ്റിലുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ട്രെയിൻ ചെയ്തപ്പോൾ കണ്ടുപിടിച്ച അറ്റാക്കാണ്. അത് സീൻ അറ്റാക്ക് ഗൈസ്, നിങ്ങൾ കാണുന്നുണ്ടാവും. ഗൈസ്, അവൻ്റെ പൗതി ജീവൻ പോയിട്ടുണ്ടാവും ഗൈസ്. പവർ അറ്റാക്ക് സാക്കുറിന് ഇറക്കിയിട്ടുണ്ട്, സാക്കുറിയും കൊടുക്കാണ്ട്. ഓക്കെ, നമ്മൾ വീണ്ടും തിരിച്ചു കൊടുക്കണം. സാസുഖിനെ ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, ഒരാളും കൂടി ഇറക്കണം. സാക്കുറിന് ഒരാളും കൂടി ഇറക്കുമ്പോൾ കൊടുക്കാളൊക്കെ ഒന്ന് കൊടുത്ത് മുതലാക്കി വിടട്ടെ ഗൈസ്. ഓക്കെ, സാസുഖിനെ ഇറക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ സമ്മണിങ്ങിൻ്റെ അത് ഫുള്ളായിട്ടുണ്ട്. നമ്മൾ ചക്രല്ല ഗൈസ്, മറ്റേ വേറെ യൂസ് ചെയ്യാൻ. ചക്രയിലൂടെ ചാൻസ് കിട്ടിയാൽ മുതലാവും. ഓനോ ഓക്കെ, അടി കൊടുക്കും മോനെ കക്കാശി. നീയൊന്നും എൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ മാത്രം ആയിട്ടില്ല. പണ്ടത്തെ മാതിരിന്നല്ല, ഞാൻ ഫുള്ള് ഫൈറ്റിങ് സ്കൈലൊക്കെ പഠിച്ച്. ഓക്കെ, നിന്നേറ്റ് തോൽക്കാൻ മാത്രമല്ല പൊട്ടനല്ല ഞാൻ. ഓക്കെ, വീണ്ടും കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതോടെ കക്കാശിൻ്റെ കാര്യം അവസാനിച്ചില്ല ഉറപ്പാണ്, കാരണം ഇതിൻ്റെ പവർ അത്രക്കും സീന് സാധനമാണ് ഗൈസ്. ഇത് വൈപ്പിട്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാവരും കൂടി കിടന്നിട്ട് അതിനെ പിടിച്ച് വലിച്ച് നിലത്തും പൊക്കിത്തടിച്ച്. എന്താ അതിന് പേരുണ്ട് ഗൈസ് ഈ അടിക്ക് മാത്രം. ഓൻ്റെ മോനാണ്. ഒറ്റടിക്ക് നമ്മൾ കളി ജയിച്ചില്ല, മിഷൻ ജയിച്ചില്ല. എന്തായാലും മാച്ച് നമ്മൾ ജയിച്ചു, മിഷൻ ജയിച്ചോ നോക്കട്ടെ. കേസ് നമ്മൾ ജയിച്ചിട്ടുണ്ട്. അല്ല പിന്നെ ഞാനല്ല ഫൈറ്റ് ചെയ്യണം, എങ്ങനെ ജയിക്കാതിരിക്കും ഗൈസ്. അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ സ്റ്റേജ് നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കി കേട്ടോ. അഥവാ ട്രെയിനിങ് ആർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഏതാണെന്നാണ്. ഗെയിനിങ് ട്രെയിനിങ് ആർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി പുതിയതാണ് ചുനിൻ എക്സാം ഇട്ടു ഗൈസ്. ഓക്കെ, ന്യൂ ക്യാരക്ടേഴ്സ് നോ അവൈലബിൾ ഫോർ യൂസ് ബാറ്റിൽ കക്കാശി അറ്റാക്ക്. ഓക്കെ, ഇനി കക്കാശിന് യൂസ് ചെയ്യാം. അത് പറ്റിയില്ലാണ്, ഫ്രീ ബാറ്റിൽ അടുത്തുമ്പോഴാണ്. എന്തായാലും അടുത്ത മിഷൻ കളിച്ചപ്പോൾ തന്നെ ഗെയിനിങ് കഴിഞ്ഞു. ഗെയിനിൻ്റെ ഫുള്ളായി എൻ്റെ കേസ്. ഇനി ചുനിനാണ്. അതിന് നമുക്കൊരു ഡി റാങ്ക് മിഷൻ കണ്ട് എടുക്കാം. കാരണം സാക്കുറനെ ഏറ്റവും ട്രെയിനിങ് കേസ്. സാക്കുറനെ നിങ്ങൾക്കറിയാം, ഒരു മഹാപേടി തൊണ്ടൊക്കെയാണ്. നമുക്ക് സുഖമായിട്ട് ജയിക്കാം, എന്തായാലും ഉറപ്പാണ്. ഞാൻ സാക്കുറിൻ്റെ കൈയോണ്ടൊന്നും തോൽക്കൂല. അവിടെ എത്താനായിൻ്റെ തോന്നുന്നു. അതാ നിൽക്കണം. ഡി വാ ആണാണ് എൻ്റെ കൂടെ ഫൈറ്റിന് വാടി. എന്തൊക്കെ പറയുന്നുണ്ട് ഗൈസ്. നമ്മൾ ഈ ചെവി കൂടെ കേൾക്കും, മറ്റേ ചെവി കൂടെ വിടും, അങ്ങനെയാണ് ഗൈസ്. ഓക്കെ, നമ്മളെന്തായാലും ചലഞ്ചൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ നടത്തേണ്ട ആവശ്യമില്ല ഗൈസ്, എന്തായാലും നമ്മളെ ജയിക്കുള്ളൂ. കാരണം വലിയ പവറൊന്നും അവൾക്ക് ഉണ്ടാവില്ല. നമുക്ക് സപ്പോർട്ടിങ് ചൂസ് ചെയ്യാം. നമുക്ക് സാസുക്ക വേണം, സാക്കുറയും മതി. നമുക്ക് ടീം 7 എടുക്കുക ഗൈസ്. സാക്കുറ മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മളേക്ക് ഉറപ്പാണ്, കാരണം എതിരെ സാക്കുറയാണ്. ഓക്കെ, കളി ജയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സിമ്പിൾ പരിപാടിയാണ്. എനിക്ക് നമ്മളെ സാക്കുറ ഞാനൊന്ന് പേടിച്ചു. എൻ്റെ കൈയ്യട്ടിയാണ് വന്നാണ് സംഭവം, ഞാൻ നെക്കിയല്ലേ ഗൈസ്. ഇതെന്താണ് വർക്കാവാത്തത്? ഇതിലെങ്ങാനും കുടുങ്ങി ഉറപ്പാ മോനാൻ്റെ കാര്യം തീർന്നു. കിട്ടി ഗൈസ്. സാക്കുറൻ്റെ 3/4 ജീവന് ഇതിൽ തീരും ഗൈസ്. വേറെ ഒന്നും പറയാനുണ്ടാവില്ല. എന്തൊക്കെയോ പറഞ്ഞ് ഓടിപ്പോണ്ടോല്. ഓക്കെ,
തീർന്നു ഗൈസ്. കുറച്ചും കൂടി കൊടുത്ത് ഓള് തീർന്നു. ചക്രാലോടെങ്കിലും സമയം കിട്ടി ഒന്നും കൂടി അടിച്ചാൽ മതി. ആ കൊടുക്ക് നമുക്കൊരു ടൈം എന്തോ ഒറ്റ ഗൈസ്. ലാൻഡ് അറ്റ്ലീസ്റ്റ് 3 എക്സ്ട്രാ സോണ്. എന്താന്നാ അത് തന്നെയാണ് ലാൻഡൊക്കെ എന്നാ പറയുന്നത്. എന്താ സംഭവം എന്നറിയണ്ട. എൻ്റെ അമ്മ കുടി ഓള് മറ്റേതില്ല കേട്ടോ. മറ്റേ പവറൊന്നുമില്ല, നമ്മുടെ അടുത്തുള്ള മരത്തെ പവറൊന്നുമില്ല, വലിയ സെറ്റ് പവറൊന്നുമില്ല. ഓ ചക്ര ഡബിൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ പവർ നമ്മൾ ഇതുവരെ പുറത്ത് കാണാനില്ല. ഇതാ സാക്കുറിൻ്റെ കാര്യത്തിൽ കുടുങ്ങിയില്ല, ഭാഗ്യമുണ്ട്. ഇത് ഇങ്ങനെയൊക്കെ ചാടി മാറിയത് ഇത്ര പവറൊക്കെ ഉണ്ട്. ഇതാ സാക്കുറിൻ്റെ കാര്യം തീരുമാനമായി. ചക്ര ലോഡ് ചെയ്യണം. ചാൻസ് കൊടുക്കണം. എനിക്ക് ചക്രൻ്റെ ആവശ്യമില്ല ഗൈസ്. ഇവളെതിരെ ചക്ര വേണ്ട, ശുരിക്കം മാത്രം മതി. അത്രയ്ക്ക് സിമ്പിളാണ് ഈ പൊണ്ണി. ഓക്കെ കിട്ടി. നമുക്ക് മാക്സിമം ചവിട്ടണം. ഇടിച്ചു കൊല്ല ഗൈസ്. ഒറ്റത്തം പവർ യൂസ് ചെയ്തിട്ടുള്ളൂ. ഓനോ ചക്ക അടിച്ച് കഴിഞ്ഞ് പെണ്ണ് കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ ഗൈസ് കളി ജയിക്കാൻ. അയ്യേ തോറ്റി. അയ്യടി രക്ഷപ്പെട്ടെന്ന് വിചാരിച്ചാ. എന്നാ പിടിച്ചോ. എന്തായാലും നമ്മൾ കൈക്കലാക്കിയല്ലേ ഗൈസ്. സാക്കുറനെ കൊല്ലാൻ സമയമായി. ഈ മിഷൻ നമ്മൾ ജയിച്ചില്ല. പേരാണ് മാറ്റിക്കോണിങ്ങൾ ഗൈസ്. നിങ്ങൾക്ക് എന്താ വെച്ചാൽ കമൻറ്റിൽ വന്നാണ് പേരിടുക ഗൈസ്. ഈ മിഷനിൽ ജയിച്ചില്ലെങ്കിൽ ഈ അടിയിൽ തന്നെ വിളിച്ചെത്തണം. തീർന്നു ഗൈസ്. മിഷൻ ജയിക്കും ചെയ്തു ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ജയിച്ച്. എന്താ സംഭവം ഒന്നും എനിക്കറിയില്ല, പക്ഷെ നമ്മൾ ജയിച്ചിട്ടുണ്ട്. ആർക്കറിയാം ഗൈസ് എന്തുകൊണ്ടൊക്കെ കഴിഞ്ഞാൽ ഇതിന് തോറ്റെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഓക്കെ. ഞാൻ സാക്കുറിനെ കൊല്ലത്ര പണിയെടുത്തല്ലോ എന്ന് പറയുമ്പോളാ പൊടി എനിക്ക് എന്നോട് വർത്താനേ പറയണ്ട. എൻ്റെ നാണം പോയി. വേഗം ഓക്കെ. മിഷൻ ലിസ്റ്റിൽ ഫ്ലാഷ് ബാക്കിൽ നെക്സ്റ്റ് ആർക്ക് നമുക്ക് എടുക്കാം. ചൂനിന് എക്സാം ആർക്കാണ് ഗൈസ്. ഫസ്റ്റിന് എന്തോ ഒരു ഇതാണ് റീച്ച് ഡിസ്റ്റൻസ്. ഏതൊരു സ്ഥലത്തെത്താനാണ് അവർ പറയുന്നത്. നോക്കാം. ഇത് ചാടുന്നാണ് ഗൈസ്. അയ്യാ ഇതിപ്പോൾ എന്താ പണി? ഇത് സിമ്പിളായിട്ട് നമ്മളവിടെ എത്തും ഗൈസ്. ഓക്കെ തുടങ്ങിയിട്ടുണ്ട്. പുതിയ മീറ്റർ ഗൈസ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 24 സെക്കൻഡ് ബാക്കി ഉണ്ടാകുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഇതല്ലേ ചുനിന്. ഓക്കെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കാടിൻ്റെ നടുവിൽ മോനെ ഒറോച്ചിമാറുവിനെ കണ്ട ആദ്യത്തെ സ്ഥലം ഗൈസ്. മിക്കവാറും ഇവിടെ വലിയ ഫൈറ്റ് ഉണ്ടാകാനാണ് ചാൻസ്. അടുത്തൊരു ബാറ്റിൽ തന്നെ ആയിരിക്കും ഗൈസ്. സെറ്റ് സ്റ്റോറി മാതിരി ഒരു കൊണ്ടുവന്നിട്ട് ഗൈസ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഗെയിം. അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് പാർട്ട് ഇടുന്നതിൻ്റെ കാരണം. വൈബ് സാധനം. ഓക്കെ നമ്മൾ അടുത്ത മിഷൻ നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് നോക്കാം. ഓക്കെ മിഷൻ ലിസ്റ്റിൽ ഫ്ലാഷ് ബാക്കിൽ ഒറോച്ചിമാറു നെറൂട്ടോ. ഓക്കെ മിക്കവാറും ബാറ്റിൽ തന്നെ ആയിരിക്കും, ഉറപ്പാണ്. ഫസ്റ്റത്തെ ബാറ്റിൽ അതായിരിക്കും. ഓക്കെ നെക്സ്റ്റ് എക്സൈറ്റഡ് ആട്ടോ ഗൈസ്. ഓക്കെ എന്തായാലും നെക്സ്റ്റ് ഒക്കെയുണ്ട്. പറഞ്ഞില്ല ബ്ലാക്ക് ആംബിഷൻ അതൊന്നും നോക്കണ്ട ഗൈസ്. അവേക്കിനി മോഡല്ല. എന്തായാലും ജയിച്ചാൽ മതി ഗൈസ്. ഒറോച്ചിമാറിൻ്റെ ഏറ്റവും വിചാരിച്ചതിനും കൂടി സിമ്പിളാണോ നോക്കാം. ഓൻ്റെ അമ്മ മണ്ണ് ചാടി കളിച്ചാണല്ലോ. സാക്കുറ എന്താ ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റില്ല. ഈ സാധനം കുടുങ്ങി ഉറപ്പിച്ചോ. അയ്യ പെട്ട്. ഇത് വർക്കായില്ല. ഞാൻ വിചാരിച്ച ആളല്ല കേട്ടോ. അത് വർക്കായില്ല. ട്രിക്ക് നേരത്തേക്ക് കൊണ്ടുപോയിരിക്കും തോന്നി. കൊണ്ടെങ്കിലായി. അയ്യാ കൊള്ള കിട്ടി. അതിന് ഒറോച്ചിമാറും നമ്മൾ കുടുക്കിയിട്ടുണ്ട്. ഇനി എന്തായാലും ഓക്കെ രക്ഷപ്പെടാൻ പറ്റില്ല. അത് കംപ്ലീറ്റ് ആവാനുള്ള പണി കഴിക്കണം ഗൈസ്. സാസുക്കനെ ഇറക്കേണ്ട ആവശ്യം വേണ്ട.
ഓൻ്റെ പാമ്പാണ്. കിട്ടാനുള്ള കിട്ടി. ഓക്കെ, നമ്മളെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അതായത് സാസുക്കിനെ വല്ലതും കുറച്ച് സാസുക്കിനെ ഇറക്കിയില്ല കേസ് നമ്മൾ. നമുക്ക് കുറച്ച് കിട്ടും ഉണ്ട്. നേരെ തെരഞ്ഞു കിട്ടുമോ? അയ്യോ അല്ല, കിട്ടി. ഞാൻ വിചാരിച്ചു അതിൻ്റെ രക്ഷപ്പെട്ടു. ഓ നോ നമ്മൾ ചക്ര ഫുള്ളാക്കിയുണ്ട്. ചക്ര കിട്ടി കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുക. അയ്യാ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നല്ല ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സീൻ. കൊടുക്ക്. വാവ്, അയ്യേ പറഞ്ഞ് വെറുതെ അല്ല, മുതലായിട്ടുണ്ട്. കിട്ടി. ഓനോ വാട കിട്ടി, വീണ്ടും കിട്ടി. അങ്ങനെ ഒറോച്ചിമാറുവിൻ്റെ കാര്യത്തിൽ നമ്മളൊരു തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് തുള്ളി ലൈഫ് പോകും കണ്ടത്. അടുത്തൊരൊറ്റ അടിയിൽ എന്നും കൂടി കാലിയും കഴിച്ചു. അതാണ് സത്യം പറഞ്ഞാൽ നമ്മൾ നടക്കുന്ന അവസ്ഥ. കഴിഞ്ഞു ഇത്രേ ഉള്ളൂ. അങ്ങനെ ഒറോച്ചിമാറുവിനെ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സിമ്പിൾ ഗൈസ്. ഞാനിത് കുറേ നോക്കട്ടെ ഡിഫിക്കൽട്ടി കൂട്ടാറ്റുമെന്ന്, പക്ഷെ പറ്റില്ല. ആ കക്കാശൊക്കെ എന്താ സിമ്പിളിനെ അറിയോ? പക്ഷെ സംഭവം നമ്മളെ കുറച്ച് ശ്രദ്ധിച്ച് കളിച്ചാത്തതുകൊണ്ട് അത് മാത്രം. മിഷൻ ഫുള്ള് മര്യാദക്ക് വായിക്കാത്തതിന് പ്രശ്നമില്ല. എന്ത് സിമ്പിളിനെ അറിയാം, സിമ്പിളായിട്ട് അടിച്ചിട്ടാ അറിയോ? എന്തായാലും അതും കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ അടുത്ത മിഷൻ എടുക്കാം. ഇവൻ്റെ തുള്ളിച്ചാട്ട് എപ്പോഴും കഴിഞ്ഞാണ് ഗൈസ്. എൻ്റെ അമ്മ എന്തൊക്കെയോ കാട്ടുണ്ട്. ട്രഷർ ബോക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വയ്യ ഗൈസ്, എനിക്ക് മിഷനിലാണ് ഇഷ്ടം ഗൈസ്. നമുക്ക് ഇനി മിഷൻ കളിച്ചാൽ മിഷൻ ലിസ്റ്റ് ഫ്ലാഷ് ബാക്ക് മിഷനിൽ മൂന്നാമത്തെ കേസ് എന്തോ ഡിസ്ക്വാളിഫിക്കേഷനാ. എന്ത് ഡിസ്ക്വാളിഫിക്കേഷനാ? ഇനി എന്താണാവോ? ആർക്കറിയാം കേസ്, കൊത്ത് മനസ്സിലാവണില്ല. ഇതുവരെ മനസ്സിലാവും, പക്ഷെ ഇപ്പം എന്താണെന്ന് മനസ്സിലാവണില്ല. ഇനി മരം. കേസ് ഉറച്ചുമാറിനെ അടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ തിരിച്ചെത്താൻ വേണ്ടി ഓടുകയാണ്. അതാവും ചാൻസ്. ഇതിപ്പോൾ കംപ്ലീറ്റ് ആവും. ഇത് സിമ്പിളാ. തുടങ്ങിയുണ്ട്. 4 സെക്കൻഡും ഉണ്ട്, ഞാനും ഉണ്ട്. മിക്കവാറും ഇത് തോൽക്കും ഗൈസ്. തോൽക്കുന്നല്ല, തോറ്റു ഗൈസ്. ടൈം ഓവറായി. അയ്യേ, എന്തായാലും റീട്രൈ ചെയ്യുക. എന്തായാലും നമുക്കതഞ്ഞ് പറ്റുള്ളൂ. എന്നാലും അയ്യേ, അല്ലെങ്കിൽ ഒരിട്ട് തോൽക്കാൻ പാടുള്ളൂ ഗൈസ്. ഓക്കെ, ഓട്ടോമാറ്റിക് ഉണ്ട്. ഞാനല്ലോട്ടോ ഇപ്പോൾ കളിച്ചത്. എവിടെ എത്തി ഗൈസ്? നമ്മൾ ടവറിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ചുനിൻ എക്സാമിൻ്റെ മറ്റേ മൂന്നാമത്തെ മിഷനാണ്. രണ്ടാമത്തെ ഒന്ന് അതിൽ പാസ്സാവല്. കുറേ ആൾക്കാരെ കുറേ വിചാരിച്ചിട്ട് 10 ടീമായിട്ട് വന്നു. കല്ലോർമ്മയുണ്ട്. 10-9 ടീമുണ്ടായിരുന്നു. അതെന്തോ ആയി 5-6 ടീം. എന്തോ ആയി. ലാസ്റ്റ് 11 ബാക്കിയുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ബാക്കി മിഷൻ കളിച്ചാൽ. ഓക്കെ, മിഷൻ ലിസ്റ്റിൽ ഫ്ലാഷ് ബാക്ക് മിഷൻ ഇത് മെയ്ഡൻ സാക്കുറ വേഴ്സസ് ഈനോ ഗൈസ്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നടന്ന ഫൈറ്റാണ് ഞാൻ പറഞ്ഞത്. 10 ആൾക്കാർ ഫൈറ്റ് ചെയ്തുകൊണ്ട് 12 ആൾക്കാർ ഫൈറ്റ്. ഓർമ്മല്ല ഗൈസ്. എന്തായാലും 10 മാച്ച് ഉണ്ടായിരുന്നു ഗൈസ്. 20 ആൾക്കാർ ഫൈറ്റ് ചെയ്ത്. അതിൻ്റെ ഫസ്റ്റ് മാച്ചായിരുന്നു. ഈ ഫസ്റ്റത്തെ എല്ലാം കുറച്ച് വൈകി വന്ന മാച്ചായിരുന്നു സാക്കുറ വേഴ്സസ് ഈനോ. അതിൽ ഡ്രോൺ ആയത് ഇതിൽ നമ്മൾ ജയിക്കണം എന്നുള്ളതാണ്. ഓക്കെ, തുടങ്ങി കിട്ടുക മാച്ച്. നമ്മൾ സാക്കുറാണ്, വലിയ പവറൊന്നുമില്ല, രണ്ടും കണക്ക് തന്നെ. അല്ല, ഈ സാക്കുറയിൽ മറ്റേ പവർ എന്താ? ഓലെ കിട്ടി. ഓളെ മറ്റേ ഇടിയാണ് തോന്നുന്നത്. അതായത് ഇതിനൊക്കെ പേര് മറന്നു ഗൈസ്. പവറിൻ്റെ എൻ്റെ അമ്മ കരയണൊക്കെ ഉണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഗൈസ്. എന്തായാലും ഈനൊക്കെ നല്ല ഇടിയാണ് കൊടുക്കുന്നത്. 1-ാം തരം ഇടി. വാരിക്കോരി അടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇത് അത്രക്കായിട്ടുണ്ട്. നമ്മൾ ബാക്കി അപ്പോൾ തന്നെ ഇതാക്കിയ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അടുത്ത കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇത്ര സിമ്പിളാണ് ഈനോ. അതിൽ ഈനോ ഭയങ്കര സീനാണ്. സാക്കുറ പൊട്ടത്തിൻ്റെ എങ്ങനെ സമനില ഒടിച്ചത് സാക്കുറ. ഇതിപ്പോൾ എന്താ
കുടിച്ചും കുറേ ഇടിച്ചും ഇങ്ങോട്ട് കളിയേക്കും. ഇതിപ്പോൾ നല്ല സുഖമായിട്ട് കേസിനോ. എന്തായാലും ഇത് ഏറ്റവും സെറ്റ് ഫൈറ്റ് ഗാറാസസ് റോക്കിലാണ്. അതാണ് നമുക്കിനി വരുന്നത്. ഇതെന്തായാലും കഴിഞ്ഞു. ചക്രനോട് ചെയ്യുക, മറ്റേ യൂസ് ചെയ്യുക, ആ പവറൊന്നും കൂടി ഓണാക്കുക. കിട്ടി. കളി വെച്ച് ഗൈസ്. ഇത്രയും വലിയ സിമ്പിളായി ഞാൻ വിചാരിച്ചില്ല. ഇതിനൊക്കെ ഒരു അടിപൊളി നമ്മളങ്ങനെ തൊടാൻ കഴിഞ്ഞില്ല ഗൈസ്. അതിന് മുമ്പ് നമ്മൾ ഒള്ളി ഈ പവർ വെച്ചിട്ടാണ് അടിച്ചിട്ട്. സീന് ഗൈസ് തീരുമാനമുണ്ട്. അതിൻ്റെ കാര്യം തീരുമാനമുണ്ട്. വാവ്, കൊടുക്കാൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇല്ല, കുറച്ചും കൂടി ഉണ്ട്. അത് കുറച്ച് ഇങ്ങനത്തെ ഒരു ഓനോ സൂര്യക്കടുത്ത് വരുമ്പോൾ അത് ചത്തോളും ഗൈസ്. വേണ്ടാത്ത വെറുതെ യൂസ് ചെയ്യണ്ട. ഇതിൻ്റെ ആവശ്യമില്ല. ഇനി കുറേ നേരം ഇങ്ങനെ കാത്തുക്കണ്ടേ. അയ്യ, 4 ഇട്ടോടെ ഈ പവർ ഞാൻ യൂസ് ചെയ്ത് കളി. അത്ര ഉള്ളതിന് കേസ് ഇതിനൊക്കെ. ഇനി ഇതിലുണ്ടായിന് ഹിനട്ടി നെജി, നെറൂട്ടോ വേഴ്സസ് കിബ, സാസുക്കി വേറെ ഒരു പണിയാണ്. ആരാ നിൽക്കറിയില്ല. എന്തായാലും കേസ് നമ്മൾ സിമ്പിളായിട്ട് മിഷൻ ജയിച്ചിട്ടുണ്ട്. ഇതൊരുമാതിരി സാധനം ഞാൻ വിചാരിച്ച അത്ര ടഫില്ല ഗൈസ്. കളി തുടങ്ങും നമ്മൾ ജയിച്ച അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ. പിന്നെ എങ്ങനെയെങ്കിലൊക്കെ കളിച്ചണ്ടേ. എന്തായാലും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ട്വിൻ എക്സാം തീർത്താലോ എന്നാണ് ഞാൻ നോക്കുക. മാക്സിമം അത് കംപ്ലീറ്റ് ആക്കാൻ നോക്കുക ഗൈസ്. കുറച്ച് ലെങ്ത്ത് കൂടുതലായിരിക്കും, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇവന്ത് കഴിഞ്ഞു. ഞാൻ അടുത്ത് മതി. ഞാൻ ഒന്നിനും പോണില്ല. ഞാൻ പെട്ടെന്ന് മാച്ച് എടുക്കാനും നോക്കണുള്ളൂ. ഓക്കെ, അടുത്ത മിഷൻ ലിസ്റ്റ് എടുക്കുക. ഓക്കെ, നിഞ്ച ടൂൾസാ ടെമാരി വേഴ്സസ് ടെൻഡനാണ് ഗൈസ്. നമ്മൾ ഈ കാര്യം ടെൻഡൻ തന്നെ ആയിരിക്കും. കാരണം ടെൻഡൻ ലീഫ് വില്ലേജ്, മറ്റേത് സാൻ വില്ലേജാണ് ഗൈസ്. എങ്ങനെ വന്നാലും നമുക്കാണ് മുൻഗണന കൂടാൻ ഞാൻ പറഞ്ഞില്ല ഗൈസ്. നമ്മൾ ടെൻഡൻ ആവാനേ ചാൻസ് ഉള്ളൂ. അതിൽ ടെൻഡൻ്റെ പൈസ ഇല്ലെന്ന് ചെയ്യാനൊക്കെ അതാ നല്ല ഗൈസ്. നല്ല കുറേ ക്യാരക്ടേഴ്സിന് കിട്ടുമ്പോഴേ ഓലെല്ലാവരും പവർ ടെസ്റ്റ് ചെയ്യാമല്ലോ. അങ്ങനെ ഉപകാരമുണ്ട്. ഓനോ ടെൻഡൻ്റെ ചക്രോണൊക്കെ അയക്കണില്ല. അങ്ങനെ വേറെ കാര്യം. ഓക്കെ കിട്ടിയിട്ടുണ്ട്. ഇത് കുടുങ്ങി ഗൈസ്. വെറൈറ്റിയാണ് ഗൈസ്. കുറേ ആയുധങ്ങൾ വലിച്ചെറിയാണ്. ഓക്കെ, അത് നല്ല കിട്ടിയിട്ട് മാറിക്കിട്ടും. വാവ്, മോനെ ഹൈ റേഞ്ച് ആയിട്ട് എൻ്റെ അമ്മേ. ഏതല്ലേ മാസ് അടിച്ചിട്ടാണ് പറയണ നോക്കിയത്. അടുത്ത് ചക്ര മൊത്തം കാലിയായി ഗൈസ്. അത്ര ചക്രൻ്റെ ആവശ്യമില്ല. നല്ല അത്യാവശ്യം കിട്ടുന്നുണ്ട് ഗൈസ്. എൻ്റെ അമ്മോ, എടാ ഇത് ആരുണ്ടാക്കി ഗെയിം? സത്യമായിട്ട് ഞാൻ ചോദിക്കുക. ഇത് ക്വാളിറ്റി നോക്കണം. അത്ര മുമ്പ് ഇറങ്ങിയ ഗെയിമാണ് ഇത്. ഇതിപ്പോൾ മൊബൈലിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ളൂ. പക്ഷെ കമ്പ്യൂട്ടറിൽ എത്ര കാലം മുമ്പ് ഇറങ്ങിയാണ്. അതുകൊണ്ട് ചക്ര ഫുള്ളാക്കുന്നു. അടുത്ത അറ്റാക്ക് നെക്സ്റ്റ് തന്നെ പിടിക്കണം. ഓക്കെ, അയ്യോ ഓനോ തടുത്ത്. ഓക്കെ വാടാ, അത് വലിച്ചേരണേ. സെറ്റിട്ടോ. അത് കുടുങ്ങി ഇല്ല, രക്ഷപ്പെട്ട് ബ്ലോക്ക് ചെയ്തടാ. പ്രാവശ്യം രക്ഷപ്പെടുന്നു കാണണം. ചവിട്ടിയിട്ടാണെങ്കിൽ ഞാൻ കൊല്ലും. ഓക്കെ, നമ്മൾ ചുരുക്കയെന്ന് തോന്നിയിട്ടുണ്ട്. ടെമാരി സിമ്പിൾ തന്നെ. ഇനി ടെൻഡനെ സംബന്ധിച്ചിടത്തോളം പവർ വൈബിട്ടേക്കല്ല ഷോട്ട് രസം ഉണ്ടായി നല്ല കാണാൻ. കുറേ ആയുധങ്ങൾ ഇങ്ങനെ വരും. എല്ലാം കൂടി പറന്നു വന്നെൻ്റെ മോനെ വേറെ ഐറ്റം. ഓക്കെ, എന്തായാലും അടുത്ത് മറ്റേ ഇനിയെങ്കിലും ഒരു ടഫുള്ള മാച്ച് തന്നെ ഗൈസ്. എന്തായാലും റോക്ക്ലി വേഴ്സസ് ഗാറാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മിക്കവാറും നമ്മൾ റോക്ക്ലിൻ്റെ ആവും. പക്ഷെ എന്നാലും അതാണ് സെറ്റ് ഫൈറ്റ്. ആ സീരിയസിലൊരു അവിടുത്തെ സെറ്റ് ഈ ട്വിൻ എക്സാമിന് സെറ്റ് ഫൈറ്റാണ് എനിക്കെല്ലാം ഇഷ്ടപ്പെട്ട ഫൈറ്റ്. വൈബ് സാധനം ഗൈസ്. പക്ഷെ അതിൽ ഗാറ ജയിച്ച് ഗൈസ്. അല്ലെങ്കിൽ അവൻ്റെ കൈയും കാലും കൂടിയുണ്ട്. കല്ലോർമ്മ റോക്ക്ലിൻ്റെ. ഓക്കെ, നെറൂട്ടോ വേഴ്സസ് കിബ ഗൈസ്. അപ്പോൾ നമ്മൾ നെറൂട്ടോനെ വെച്ചിട്ടൊരു ചാൻസ് ഇട്ടിരിക്കുകയാണ്. ഇതിൽ കിബൻ്റെ പവർ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാമല്ലോ. പക്ഷെ നമ്മൾ നെറൂട്ടോ കാരണം പക്ഷെ അവൻ്റെ കിബൻ്റെ പവർ അമ്മക്ക് കിട്ടുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുമെന്ന്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്.
ഓ പിന്നെ എനിമി ഫാസ്റ്റ് സൈറ്റ് പെട്ടെന്ന് കൊല്ലണം തോന്നുന്നു ഗൈസ്. ഇവൻ്റെ അടുത്ത് നമ്മളെ മാക്സിമം ഓക്കെ കൊടുത്ത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. കിബല്ല കിബല്ല അക്കമാറ് മറ്റേ നായ്ക്കുട്ടി. ഓക്കെ കിട്ടണ്ട എടുത്ത് പോവാം. നോ അതാണ് ഗൈസ്. അത് പിടിച്ചാൽ സെറ്റ് കിട്ടി. ഇത് കിട്ടിയ പിന്നെ മോനെ രക്ഷപ്പെടാന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ് ഗൈസ്. ഇമ്പോസിബിൾ. ഓൻ കുടിക്കും കിബ കുടിക്കും ഇതൊന്നും കണ്ടെത്തില്ല. അറ്റാക്ക് കഴിയുന്ന വരെ ഒന്നും കണ്ടെത്തില്ല ഗൈസ്. ഓക്കെ അതിൻ്റെ അടിയിൽ കിടത്തിയിട്ട് വരുന്നു. ഇനിയുണ്ടല്ലോ നെജി വേഴ്സസ് സാസുക്കൻ്റെ മാച്ചൊക്കെ ഉണ്ട്. 3 മാച്ച് ഓൾറെഡി കളിച്ചിട്ടോ. ഓക്കെ ഇത് 3ാമത്തെ മാച്ചാണ് അല്ലേ? ഇത് 3ാമത്തല്ലേ? ആണ് കേസ് 3ാമത്തെ. എന്തായാലും കുഴപ്പമില്ല കേസ്. നമുക്ക് കിബനടിച്ചിടാം. വീണ്ടും നമ്മൾ ട്രാപ്പ് കുടിക്കുന്നുണ്ട്. ഈ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ ഭയങ്കര പണി കിട്ടും സത്യം. കാരണം ഇതേ പണി തന്നെ ടെൻറ്റിൻ്റെ വേറെ രീതിയിലാണ്. പക്ഷെ അതിൽ കുടുങ്ങിയ മോനെ പൗതിയല്ല 3/4 ജീവനും കാലിയുണ്ട്. ഓ ഇനി വലിയ പണിയൊന്നുമില്ല. ഇതൊന്നും കൂടി അറിയാൻ മാത്രമൊന്നും ഇല്ല ഗൈസ്. ഏറേണ്ട ഒരു നിന്ദിച്ച് കൊടുത്താൽ മതി. വെറുതെ പക്ഷെ നമ്മളെന്തായാലും ആയി ടെസ്റ്റ്. എനിക്ക് നല്ല ഇഷ്ടമാണ് ഗൈസ്. ഉറക്കം കിട്ടാനുള്ള കിട്ടിയ ആശ്വാസം നിങ്ങൾ തന്നെ കൊടുക്കുവാനാ. അതാ നല്ല കിട്ടൂല ഞാനാ. ഓക്കെ സ്കിബൻ നമ്മൾ പിടിച്ചിട്ടുണ്ട്. തളച്ചിട്ടുണ്ട് ഗൈസ് സ്കിബനെ. കുറച്ച് പണി കിട്ടില്ല അവന്. കുറച്ചൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ ഈ പവറിന് മുന്നിൽ നമുക്ക് പിടിച്ചിട്ടായോ? നോ ഓക്കെ റോക്കിൻ്റെ ഫൈറ്റ് ഉണ്ടാവുമെന്നാവും. അതാണ് എനിക്ക് വേണ്ടത്. അതാണ് സെറ്റ് സാധനം. ആർക്കറിയാം. ഓക്കെ നെറൂട്ടോസ് മാക്കിയെന്നൊക്കെ കണ്ടി. നമ്മൾ അടുത്ത മിഷനും കംപ്ലീറ്റ് ആയിട്ട് കമോൺ. ഇനി നെക്സ്റ്റ് ഈ ലോഡിങ് ആണ് എനിക്ക് കണ്ടാൻ പറ്റാത്തത്. പെട്ടെന്ന് ഇങ്ങനെ മിഷൻ ഇങ്ങനെ വരും. ഇങ്ങനെ കളിച്ചു വേണം. അതല്ലേ വേറെ സുഖം. ഓക്കെ അടുത്ത മിഷൻ വരട്ടെ. ഈ ട്രെയിൻ എക്സാമിൻ്റെ മിഷൻസൊക്കെ രസമുണ്ടോ? ഓക്കെ നമ്മളെന്തായാലും ഉറപ്പായി ഒന്നിനും തോൽക്കോളൂ കേസ്. അത്രയ്ക്ക് സിമ്പിളാണ്. ഇനി വേറെ റാങ്കൊന്നും കളിച്ചേണ്ടി അല്ലല്ലോ എന്ന് പ്രതീക്ഷിക്കുക. അത്ര പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. മിഷൻ ലിസ്റ്റ് ഫ്ലാഷ് ബാക്ക് കളിച്ചാൽ കൂടുതൽ അങ്ങനെ ചടപ്പുണ്ട്. നമ്മളടുത്ത് 76 ഉണ്ട് കേസ്. ഒരു 3-4 മിഷനൊക്കെ പോകുന്നു. ഓക്കെ ഇതെന്തായാലും ഇതാരെങ്കിലും ശ്രദ്ധിച്ച് ഹൈനട്ടിയും നെജിയാണ് കേസ്. ഓക്കെ ഒരേ ബ്രാഞ്ചിലുള്ള ഒരേ കുടുംബത്തിലുള്ള ഇത് ചിലപ്പോൾ നമ്മൾ തോൽക്കാൻ ചാൻസുണ്ട്. നെജി സീനാണ്. ഹൈനട്ട് ഒരുമാതിരി അണ്ടിയാണ്. കാരണം ഇവൾക്ക് മറ്റേ പവറില്ല. അതന്നെ അത് നമ്മൾ നെറൂട്ടൊക്കെ യൂസ് ചെയ്ത് ആ പവറില്ല അവൾക്ക് ഹൈനട്ടക്ക്. പക്ഷെ അത് കുറച്ച് മുക്കൊണ്ട് വരില്ലോ. നെജി തുടങ്ങി. അയ്യാ മൂജി പോരടോ. പെണ്ണ് പോരെ സുഖമില്ലാത്ത പെണ്ണിട്ട്. എനിക്ക് നെജിനെ മതിയല്ലോ. നെജി നമ്മളെ ഭാഗത്തുണ്ടല്ലോ. നമുക്ക് നെജിനെ തരാത്തതാവും. ഇതെന്താ ഇറ്റാറ് ഒരുമാതിരി പേടിത്തോണ്ടാണ് ശരിക്കും പറഞ്ഞാൽ. ഇവിടെ കുറച്ചെങ്കിലും ഫൈറ്റ് ചെയ്യാണോ? കിട്ടുന്നുണ്ട്. ഇങ്ങനെ സാധനം ഉണ്ടല്ലേ. കണ്ടാൽ കയറില്ലൊക്കെ വല്ല സംഭവിച്ചാൽ. അപ്പോൾ അതാണ് എന്തൊക്കെ സാധനം. കിട്ടി കൊടുക്കടി. അത് അത്യാവശ്യം കിട്ടുന്നുണ്ട്. ഇങ്ങനെ കൊടുക്കാം. തിരിച്ചും നല്ല കിട്ടി. കൊടുക്ക് എല്ലാം ഇനി കൊടുക്കാൻ തോന്നില്ല. നെജി അമ്മാതിരി അടിച്ചു. വെറുതെ വിടല്ലേ. ഒരു സമയം പോലും വെറുതെ വിടല്ലേ. കൊടുക്കാൻ പറ്റുന്ന അത്ര രീതിയിൽ കൊടുക്കണം. ഓക്കെ കിട്ടിയിട്ടുണ്ട്. നെജിന് ചാൻസ് കിട്ടി നമ്മളൊപ്പം ചവിട്ടി മെതിച്ചിട്ടാണ്. കാരണം നമ്മളടുത്ത് മറ്റേ പവറൊന്നും ഇല്ലല്ലോ. ഇതന്നെ നടക്കുള്ളൂ. അവൻ്റെ അടുത്താണ് റൊട്ടേഷൻ ജെൻഡിൽ ഫസ്റ്റ് മറിച്ചതും എന്തൊക്കെ ഉണ്ട് ഗൈസ് നെജിൻ്റെ അടുത്തൊക്കെ. ഇതിനായിട്ടൊരു പേടിത്തോട് ഒരു പവറും ഇല്ലാത്ത. അത് കുറച്ച് മുക്കും ഞാൻ വിചാരിച്ചിട്ട്. എന്നാലും നമ്മൾ ഇത്ര ആക്കിയിട്ടുണ്ട്. ഓക്കെ വേഗം. ഇല്ല പെട്ടിയില്ല. നോ മൂഞ്ചല്ലേ. കിട്ടി. അത്യാവശ്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതെന്താ ഫയർ ആയിക്കണല്ലോ.
എന്താ തീയൊക്കെ എത്തണേ പവർ കൂടിയാണ് കേട്ടോ. നമുക്ക് ഇതുവരെ ഫയർ ആവേണ്ട ആവശ്യം വന്നില്ല സംഭവം അതാ. കാരണം അതിൻ്റെ മുമ്പ് എല്ലാത്തിനും തറച്ചിട്ടില്ല. നമ്മൾ ഒറോച്ചിമാറിനെ വരെ നിമിഷ നേരം കൊണ്ട് അടിച്ചിട്ട് ഇല്ലല്ലേ. പക്ഷെ നെജിനെ കുറച്ച് പണി വിചാരിച്ച മാതിരി അല്ല. നമ്മളത്തെ നിഞ്ചുഡ്സും ഇല്ല, ഒന്നൊന്നുമില്ല. നിഞ്ചുഡ്സുണ്ട് പക്ഷെ മറ്റിൻ്റെ പേരെന്താ മറന്നു. ഇനി കാണുമ്പോൾ പറയാം ഗൈസ്. ഇല്ല അതാണ് സീൻ. ഓനോ ഓക്കെ ഡി. അയ്യാ ബ്ലോക്കിങ് എങ്ങനെയെങ്കിലും എടുത്തെത്തണം. ഉപയോഗിക്കുക. ഓക്കെ നമ്മൾ മറ്റേക്ക് എത്തിയിട്ടുണ്ട്. ഫൈനൽ ഫോമക്ക് അവേക്കനിങ് മോഡൊക്കെ എത്തിയിട്ടുണ്ട്. ബ്യാക്കുകാനൊക്കെ വിളിച്ചു ഗൈസ്. പക്ഷെ എന്നാലും ഇതില്ല കേട്ടോ ഗൈസ്. മറ്റേ ഞാൻ പറഞ്ഞ സാധനം മറ്റേ കഴിഞ്ഞു. നെജിനെ നമ്മൾ തീർത്തുണ്ട് എങ്ങനെ വന്നാലും. പക്ഷേ മറ്റേ പവറില്ലാത്തൊരു ചടപ്പ് അതുകൊണ്ട് അപ്പോൾ എടുത്തുറിയാൾ മരിക്കണമെന്ന് പറഞ്ഞൊരു പേടിത്തോണ്ടാണ് മറ്റേ ചിലട്ട ഷൂഗ. അങ്ങനെ ഒരു മാച്ചും കൂടി അല്ല ഏകദേശം വിഷയം ഇത് കഴിയാനായിട്ടുണ്ടാവും. ഇനി നെക്സ്റ്റ് ഏതാ നോക്കാം. ഇനി ആരായിരിക്കും ഗൈസ്? ഇനി വരാനുള്ളത് കുറച്ച് ഇതായിക്കൊണ്ട് സാസുക്കൻ്റെ വരാൻ ചാൻസ് കൂടുതലാണ്. അതേമാതിരി ഷീനോൻ്റെ വരുമെന്നാവും. ഓൾതൊക്കെ വേണം, അതാണ് വൈബ്. ഷീനും പിന്നെ വേറെ വെച്ചാൽ ഗൈസ് റോക്കിലി വേഴ്സസ് ഗാറ. ഓക്കെ ഞാൻ പ്രതീക്ഷിച്ച ഫൈറ്റ് എത്തില്ല, ആഗ്രഹിച്ച ഫൈറ്റാണ്. സെറ്റായിരിക്കും. റോക്കിലിയും കല്ലഷ്ട സെറ്റ് സാധനമാണ്. വേറെ ഐറ്റാണ് തൈജുഡ്സു. ഇതാണ് ഗൈസ് രണ്ടെണ്ണം. സാൻ വില്ലേജിൽ നിന്നും ലീഫ് വില്ലേജിൻ്റെ രണ്ടാൾക്കാരാണ്. നമ്മൾ നമ്മൾ റോക്കിലി തന്നെയാണ്. കണ്ട സീനാണ്. എൻ്റെ അമ്മേ കിട്ടി വാവ്. ഓർക്ക് പറ്റിയ വേറൊക്കെ അറിയാം ഗൈസ്. വർക്കായി നമ്മളത് യൂസ് ചെയ്യാൻ കിട്ടിയില്ല. അതാ പിന്നെയും കുടുങ്ങി ഗൈസ്. എടാ ഇത് മിക്കാറ് തോൽക്കും ഗൈസ്. ഗാറ എന്താ അടിച്ചന്. ഓക്കെ അടി. അയ്യോ സബ്സ്റ്റിറ്റ്യൂഷനാണ് ഗൈസ്. പിടിച്ചണം എങ്ങനെയെങ്കിലും പിടിക്കണം, ഇല്ലെങ്കിൽ പണി. കിട്ടി. നമുക്ക് മറ്റേ പവർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവനെ ഇടിച്ചാൽ മതി. കിട്ടിയില്ല. കിട്ടും. എൻ്റെ പൊന്നോ, ഈ നിഞ്ചുഡ്സുനി അത്രാമത്തെട്ടാ കൊടുക്കണത്. സാൻഡ് കോഫിനെ മാറ് വൈത്തല വന്ന് പിടിച്ചാൽ നോക്കുകയാണ്. ഓക്കെ കിട്ടി. അല്ല അവേക്കനിങ് മോഡായതാണ് ഗൈസ്. ഇത് കുറച്ച് സീനായിരിക്കും. എങ്ങനെയെങ്കിലും പിടിച്ചത് ഗൈസ്. എങ്ങനെയെങ്കിലും പിടിക്കുക. ബോംബ് പൊട്ടി. ഇല്ല നീച്ച് വരും. സാൻഡ് കുടുങ്ങല്ലേ. വാട കിട്ടി ഗൈസ്. നമ്മൾ മറ്റേ പവർ കിട്ടിയിട്ടുണ്ട്. സ്പെഷ്യൽ അറ്റാക്ക് പേര് മറന്നാണ് ശരിക്കും വരുന്നത്. നമ്മൾ സ്പെഷ്യൽ അറ്റാക്കിന് എൻ്റെ അമ്മോ ഗാറിൻ്റെ പ്രൈമറി ലോട്ടസ് ഗൈസ് ആണ്. പ്രൈമറി ലോട്ടസ് വാട മോനെ. എന്താ ഉണ്ടായേ? ഒറ്റടിക്ക് ഇത്ര ആക്കി കൊടുത്ത്. എടാ എവിടുന്നൊക്കെ അടിച്ചിന് ഗൈസ്. കണ്ടേ അവേക്കനിങ് മോഡായി പെട്ടെന്ന് ലീ മാറി മുന്നിൽ നിന്ന് അടിച്ചു. പിന്നെ ബാക്കിൽ നിന്നൊക്കെ അറ്റാക്ക് ആയിരുന്നു. ഗാറൊക്കെ ഒന്ന് അനങ്ങാൻ പോലും നമ്മൾ സമയം കൊടുക്കുന്നത്. മോനെ ചെറുക്ക സീന്. ഇതാണ് ഞാൻ പറഞ്ഞത് റോക്കിലി എനിക്ക് ഇഷ്ടമാണ്. കൊടുക്കേണ്ട മാതിരി കൊടുത്തോളും. ഗാറൊക്കെ നല്ല ആർക്കാണെങ്കിലും കൊടുക്കേണ്ട മാതിരി നല്ല കിട്ടിയിട്ട് ഗാറ അത്രക്ക് ആക്കി ഗൈസ്. അയ്യോ ഇനി സാധാ ചക്കരാണ്. നമ്മൾ സ്പെഷ്യൽ അറ്റാക്ക് കുടുങ്ങിയ മോൻ. അതാണ് ഇത് കുടുങ്ങുന്നുള്ള ലീഫായിരിക്കാൻ കിട്ടി. മറ്റേത് അവേക്കനിങ് മോഡാകുമ്പോഴാണ് ഗൈസ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ ഇത് മറ്റേതിന് അത്ര പോരാ ഗൈസ്. എന്നാലും ചാടി എന്നിട്ട് എൻ്റെ മോനെ മോന്താക്കിയ പ്രൈമറി ലോട്ട് അല്ല. തീർന്ന ഗൈസ്. നമ്മൾ കളി ജയിച്ചിട്ടുണ്ട്. കുറച്ച് കഷ്ടപ്പെട്ടേണ്ടി വന്നു കേട്ടോ ഗൈസ്. ഓക്കെ റോക്കിലി എപ്പോഴും ഇങ്ങനെ പല്ല് ഇടിച്ചാണ്ട് അപ്പം ഇങ്ങനെ തളങ്ങും ഗൈസ്. വേറെ ലെവലാണ്.
അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.